ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ എന്നും കാണിക്കുന്ന സ്ഥലത്ത് നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു വേറൊരു സ്ഥലമാട്ടോ, നമ്മുടെ പുത്തൻ വീട്ടിലാട്ടോ നമ്മളിന്ന്. അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടില്ലായിരുന്നോ, നമ്മൾ പുത്തൻ വീട്ടിലേക്ക് താമസം മാറിയതൊക്കെ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പുത്തൻ വീട്ടിലെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രിയിലെ. പിന്നെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പാത്രം കഴുകാനുള്ളതല്ല, കഴുകിയ പാത്രമൊക്കെ ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അതിന് മുമ്പ് ഞാൻ അരി അങ്ങ് അടുപ്പിലിട്ട് കേട്ടോ. അപ്പോൾ മേളിൽ എൻ്റെ ജനലയിൽ എൻ്റെ മൊബൈൽ ഇരിപ്പുണ്ട്, അതിനകത്ത് ഞാൻ ലൈവ് ഓണാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൈവ് ഓണാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ അടുപ്പയിലൊക്കെ ഇട്ട് അതിനുശേഷം കുറച്ച് അച്ചിങ്ങാപ്പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ, നീളപ്പയർ എന്നൊക്കെ പറയത്തില്ലേ, അത് ഇങ്ങനെ കഴുകി അരിഞ്ഞ് റെഡിയാക്കി മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് എണ്ണയും കടുകും ഒക്കെ താളിച്ചതിന് ശേഷം പയറങ്ങ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞ് ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ചേമ്പൊക്കെ കഴുകി അരിഞ്ഞ് അടുപ്പയിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പയർ മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പയർ മെഴുക്കുവരട്ടി ഇഷ്ടമാണോ? അപ്പോൾ പയർ മെഴുക്കുവരട്ടി നമ്മുടെ ചേമ്പ് കറിയാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേമ്പ് കറിയുടെയൊക്കെ കൂടുതൽ നമുക്ക് ഒരു ഉണക്കമീൻ വറുത്തതോ പച്ചമീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചേമ്പ് ഇങ്ങനെ തിളച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയണേ, അല്ലെങ്കിൽ അതിന് ഭയങ്കര കൊഴുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പ് കറിക്കുള്ള തേങ്ങയും ഒക്കെ റെഡിയാക്കി അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കടല കറി വെക്കാൻ വേണ്ടിയിട്ട് കടല കഴുകി കുക്കറിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേമ്പ് കറിക്ക് തേങ്ങ അരച്ചതൊക്കെ ഇട്ട് കടുകൊക്കെ താളിച്ച് ചേമ്പ് കറിയൊക്കെ സെറ്റാക്കി റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടല കറി വെക്കാൻ വേണ്ടിയിട്ട് സവോളയും ഒക്കെ അരിഞ്ഞ് കുക്കറിനകത്തേക്ക് വെന്ത കടലക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പാലപ്പം കൂടി അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ ഉണക്കമീനും ഇല്ല പച്ചമീനും ഇല്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ വറുത്ത് ചെമ്മീൻ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഇറങ്ങിയേ. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വെളിയിൽ വന്ന് നിൽക്കുവാണേ. ചെരുപ്പിട്. ഇന്ന് ലീവൊന്നും അല്ല, മഴയായതുകൊണ്ട് ആടെ ഒരു കൊലുസിട്ടില്ല. അയ്യോ മറന്നുപോയില്ല ഒരു കൊലുസിടാൻ. ഞാൻ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞതല്ലേ കുഞ്ഞ്, എന്നിട്ട് മറന്നുപോയില്ലേ. പൊട്ടെന്ത് ചെയ്യാൻ നെറ്റിയെ തൊട്ട് വെച്ചേ? കയ്യിലിരിക്കുന്ന ഞാൻ കണ്ടപ്പം കണ്ടോ, നെറ്റിയെ തൊട്ട് വെച്ച പൊട്ടെല്ലാം കളഞ്ഞത്. കളഞ്ഞല്ലോ ബ്ലോഡി. ബ്ലോഡി കണ്ടറി. ബാ ചപ്പലിട്. ചപ്പലല്ലാണ്ട് നനഞ്ഞു കിടക്കുന്നു. ഇങ്ങെടുക്ക, അമ്മ തുടച്ചു തരാം. ഞാൻ തുടയ്ക്കാം. തുടപ്പിക്കുകയല്ല എന്നെ കൊണ്ട്. എന്നേടാ ചേട്ടൻ ചോദിച്ചേ? ആണോ? അതാണ് ചോദിച്ചേ. സ്വന്തം ചെരുപ്പൊക്കെ തന്നെ തുടയ്ക്കുന്ന ആളെ നോക്കിക്കേ. മിടുക്കി കൊച്ചാണ് ഷാമിക അല്ലേ, ഗുഡ് ഗേളാ. അപ്പം ഞാൻ തുടക്കട്ടെ കേട്ടോ ബാക്കി, എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ പോട്ടെ. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ തുടച്ചതാ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടാ. ഞങ്ങൾ രണ്ടുപേരും 2 കുടയൊക്കെ എടുത്താണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നടന്നാട്ടോ പോണേ, സ്കൂട്ടിക്കൊന്നുമല്ലേ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെയല്ല, ഇപ്പം നമ്മൾ നമ്മുടെ പുതിയ വീടെന്ന് പറയുന്നത് സ്കൂളിൻ്റെ അടുത്താട്ടോ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമുള്ളേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുടയും ചൂടി മഴയത്ത് ചാറ്റമഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കറക്റ്റ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് വലിയ മഴയില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞാൻ സാമികയുടെ UKG-യിലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് സ്കൂളിൽ ടീച്ചറിൻ്റെ അടുത്തു നിന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വരുവാ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് ഞാൻ കടയിലൊന്ന് കയറിയായിരുന്നു, പാല് വാങ്ങിക്കണമായിരുന്നു. പിന്നെ പാത്രം കഴുകുന്ന വിമ്മും തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പാത്രം കഴുകുന്ന വിമ്മും പിന്നെ പാലൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ കടയിൽ കയറുന്നതും ഒക്കെ എടുക്കാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നേ. എല്ലാം കയ്യിൽ ഇങ്ങനെ പിടിക്കണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മഴ നനഞ്ഞ് ഫോൺ പോയാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് പാലൊക്കെ വെച്ച് ഫസ്റ്റ് ഞാൻ ശ്യാമികയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. LKG-നെ കഴിഞ്ഞ് വലിയ ടെക്സ്റ്റ് ബുക്കാട്ടോ UKG-യിലേത്. അപ്പോൾ ഇത് ഡ്രോയിങ് ബുക്കും അങ്ങനെ ഇംഗ്ലീഷ് ബുക്കും ഇംഗ്ലീഷ്, മാത്സ്, കന്നഡ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ ഇത്രയും ടെക്സ്റ്റ് ബുക്കാട്ടോ ഉള്ളത്. അപ്പം ഇത് കന്നഡ ബുക്കാട്ടോ. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഈശ്വര, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുമോ വിചാരിച്ച് എൻ്റെ കണ്ണിങ്ങനെ തള്ളിയിരിക്കുക കേട്ടോ. LKG-യിലായിരുന്നപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പം UKG-യിലേക്ക് ആയപ്പോഴത്തേക്കിന് LKG-നെ കഴിഞ്ഞ് വലിയ നല്ല വെയിറ്റുള്ള നല്ല ടെക്സ്റ്റ് ബുക്ക്. ഇത് ഇംഗ്ലീഷും ഇതൊക്കെ മാത്സും കൂടെ കൂടിയ ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും അങ്ങനെ ഫസ്റ്റും സെക്കൻഡൊക്കെ ഇല്ലേ, അതുപോലത്തെ ഭാഗങ്ങളായിട്ടുള്ള ബുക്ക് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ഇതായത് ഇംഗ്ലീഷാണ്. ദൈവമേ, ഇംഗ്ലീഷൊക്കെ ഒന്ന് നോക്കിക്കേ ഈശ്വര. പോയംസും ഒക്കെ ഭയങ്കര പാടാന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കും ദൈവമേ, നല്ല പണിയാണ്. അയ്യോ, നമുക്കും പഠിപ്പിക്കാനൊന്നും അറിയത്തില്ല, ട്യൂഷന് വിടണമെന്ന് തോന്നുന്നു. അപ്പോൾ ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി എൻ്റെ കണ്ണൊക്കെ തള്ളി. ഡയറി ആട്ടോ, ആ ബ്ലൂ കളർ കാണുന്നത്. അപ്പോൾ ബുക്കൊക്കെ ഞാൻ എന്നിട്ട് കറക്റ്റ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പം രാവിലെ പാലപ്പവും കടലക്കറിയായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തൻ വീട്ടിലെ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളെ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.